ഈ ഒരു സംഭവം ഡാമേജ് ആയിട്ടുണ്ടെങ്കിൽ എഞ്ചിൻ പണി വരെ വരാനുള്ള സാധ്യതയുണ്ട് നമ്മുടെ വണ്ടികൾക്ക്. ഇവിടെ ചെക്കിങ് ഉണ്ട്, കൈ കാണിക്കാന്ന് വെച്ചാൽ. ലോക്ക്ഡൗണിൻ്റെ കൂടെ ഇപ്പോൾ നമ്മൾ ചെറിയൊരു ട്രിപ്പ് പോകാൻ പോകാൻ. ആ ട്രിപ്പിനെ കുറിച്ചിട്ട് കൂടുതൽ ഡീറ്റെയിൽസ് ഒക്കെ ഞാൻ കുറച്ച് കഴിഞ്ഞിട്ട്, അതായത് വീട്ടിൽ നിന്ന് ഇറങ്ങുന്ന സമയത്ത് പറയാം. ഗായ്സ്, അപ്പോൾ സ്റ്റാർട്ടിങ്ങിൽ തന്നെ ഞാൻ ട്രിപ്പ് പോകാമെന്ന് പറഞ്ഞത് വെറുതെ നിങ്ങളെ പറ്റിക്കാൻ വേണ്ടി പറഞ്ഞതാണ് കേട്ടോ. ട്രിപ്പൊന്നല്ല, ഈ ഒരു കൊറോണ കാലത്ത് ട്രിപ്പിനെ പറ്റി ചിന്തിക്കണ തന്നെ ശരിക്കും മണ്ടത്തരാണ്. അപ്പോൾ 2 ദിവസം മുമ്പ് എനിക്ക് 2-3 8ൻ്റെ പണികൾ കിട്ടി. അപ്പോൾ ജസ്റ്റ് ഞാൻ ക്യാപ്ഷനിൽ 8ൻ്റെ പണിയിൽ കൂടെ കണ്ടിരുന്നതാണ്. നിങ്ങൾ വെറുതെ ഇനി ഇതാവണ്ടെന്ന് വിചാരിച്ചിട്ട്. അല്ല, ആദ്യത്തെ പണി എന്ന് പറയുന്നത് എൻ്റെ 7 Pro ഉണ്ട്, OnePlusൻ്റെ. അത് നല്ലൊരു വീഴ്ച വീണു എൻ്റെ കയ്യിൽ നിന്ന്. ബൈക്ക് എങ്ങനെ ഓടിക്കാമെന്ന് പറഞ്ഞിട്ടൊരു വീഡിയോ പോസ്റ്റ് ചെയ്യുന്നതാണ്. ആ ഒരു സമയത്താണ് ഇതുണ്ടായത്. അത് കഴിഞ്ഞിട്ട് അതിൻ്റെ ടച്ചുമൊക്കെ ചെറിയ തരത്തിൽ സ്ക്രാച്ചുകളൊക്കെ വീണിട്ടുണ്ടായിരുന്നു. ടച്ചുമ്മയാണോ സ്ക്രീൻ ഗാർഡുമ്മയാണോ എന്ന് അറിയില്ല. അപ്പോൾ അതൊന്ന് ജസ്റ്റ് ചെക്കപ്പ് ചെയ്തിട്ട് സ്ക്രീൻ ഗാർഡ് മാറണം. അത് കഴിഞ്ഞിട്ട് ഞാൻ എൻ്റെ വീട്ടിൽ വന്നിട്ട് ആ ഒരു വീഡിയോ എടുത്ത് എഡിറ്റ് ചെയ്യണ സമയത്ത് എൻ്റെ ഒരു 6 ഉണ്ട് OnePlus. അതും നിലത്തേക്ക് വീണിട്ട് തവിട് പൊടി. ഇനിയിപ്പോൾ ടച്ച് ഡിസ്പ്ലേ ആണ് പോയെന്നുണ്ടെങ്കിൽ 7 Proൻ്റെ തന്നെ ഏകദേശം ഒരു 16,000 രൂപയോളം അതിന് വില വന്നിട്ടുണ്ട്. അപ്പോൾ ശരിക്കും 8 എന്നുള്ളത് 16ൻ്റെ പണിയാവും. പിന്നെ മൂന്നാമത്തെ ഒരു കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എൻ്റെ റെനഗേഡ് കമാൻഡോ സ്റ്റാർട്ട് ആവുകയുണ്ടായി. അത് ഞാൻ നിങ്ങളുടെ അടുത്ത് ആ ഒരു ലാസ്റ്റ് ചെയ്ത വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു വണ്ടി ഇവിടെ ഒരു സർവീസ് സെൻറ്ററിൽ കയറ്റിയിട്ടുണ്ട്. അതേപോലെ തന്നെ നമ്മുടെ NS200 ഒരെണ്ണം എനിക്കൊരു 8ൻ്റെ തന്നെ പണി തന്നു. എഞ്ചിൻ ഓയിലിൽ കൂളനും മിക്സായി. അതപ്പോൾ തന്നെ നമുക്ക് മനസ്സിലായതുകൊണ്ട് നമ്മൾ ഇവിടുത്തെ ഒരു വർക്ക്ഷോപ്പിൽ കയറ്റിയിട്ടുണ്ട്. അപ്പോൾ ആ 2 വണ്ടികളും എന്തായി അവസ്ഥ എന്നൊന്ന് നോക്കണം. പിന്നെ അടുത്തത് നോക്കാൻ പോണ ഒരു കാര്യം എന്ന് പറയുന്നത്, നമുക്ക് ലവ് ബേർഡ്സ് ഉണ്ട്. അപ്പോൾ ഇന്നത്തെ ഒരു ദിവസം കൊണ്ട് അതിനുള്ള തീറ്റി നമുക്ക് വാങ്ങണം. പിന്നെ നൈസായിട്ട് തൃശ്ശൂർ ടൗണൊക്കെ ഒന്ന് ജസ്റ്റ് ഇപ്പോൾ ഇങ്ങനെയാണ് തൃശ്ശൂരിൻ്റെ അവസ്ഥ എന്ന് ഞാനും കണ്ടിട്ടില്ല, എനിക്കും കാണണം. അതേപോലെ തന്നെ ജസ്റ്റ് നിങ്ങളെയും കാണിക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ തന്നെ നമ്മുടെ വണ്ടി ഒന്ന് കാണാൻ വേണ്ടിയിട്ട് ഞാൻ ജസ്റ്റ് വർക്ക്ഷോപ്പിലേക്ക് വന്നതാണ് കേട്ടോ. വലിയ കംപ്ലൈൻറ്റുകളൊന്നും ഇല്ല, കുറേ നാൾ നിർത്തിയിട്ട് തന്നെയാണ്. പിന്നെ ഇതാണ് നമുക്ക് രണ്ടാമതായിട്ട് പണി തന്ന വണ്ടി എന്ന് പറയുന്നത്. ഇതിൻ്റെ വാട്ടർ പമ്പിൻ്റെ ആ ഒരു സീലിൻ്റെ കിറ്റ് ഫുള്ളായിട്ട് നമുക്ക് പോണ വഴിക്ക് വാങ്ങണം. ഇത്തരത്തിലുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട്. അതുകൊണ്ടാണ് ഈ ഒരു സാഹചര്യത്തിൽ വീട്ടിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങാമെന്ന് വിചാരിച്ചത്. പിന്നെ റോഡുകളുടെ അവസ്ഥയിൽ വേറെ മാറ്റങ്ങളൊന്നും ഫീൽ ചെയ്യില്ല കേട്ടോ. നല്ല പോലെ വണ്ടികളുണ്ട്. ഒരു കാരണവശാലും അനാവശ്യമായിട്ട് പുറത്തേക്ക് ഇറങ്ങാണ്ടിരിക്കുക. പറയാൻ കാരണം എന്ന് വെച്ചാൽ ഓൾറെഡി ഇതെന്ന് പറയുന്നത് ഒരു ഗ്രീൻ സോണാണ് തൃശ്ശൂർ. പക്ഷേ അധിക സമയമൊന്നും വേണ്ട റെഡ് സോണിലേക്ക് മാറാൻ. അപ്പം നമ്മളൊന്ന് ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ ഇതേപോലെ നമുക്ക് അത്യാവശ്യ കാര്യങ്ങൾക്കെങ്കിലും പുറത്തേക്ക് ഇറങ്ങാൻ പറ്റും. ഗൈസ്, ഇതിനിടയിൽ തൃശ്ശൂരത്തെ റോഡുകളൊക്കെ ടാർ ചെയ്തതുകൊണ്ട് കേട്ടോ. ഇവിടെയൊക്കെ ഭയങ്കര ഗട്ടറും കാര്യങ്ങളൊക്കെ ആയിരുന്നു. ഏറെക്കുറെ ക്ലിയർ ആയിട്ടുണ്ട്. ആ ഒരു ഭാഗത്തും ചെറിയ പ്രശ്നങ്ങളുണ്ടായിരുന്നോ നമുക്ക് നോക്കാം. റോഡ് എപ്പോഴും പൊളിഞ്ഞു കിടക്കാണ്. ഇതിപ്പുറത്തെ സൈഡിൽ ഫുള്ള് മണ്ണ്. ഇനി കുറച്ചും കൂടെ അങ്ങോട്ട് ചെറിയ ചെറിയ കുഴികളൊക്കെ ഉണ്ടായിരുന്നു. എന്തായിരിക്കും അവസ്ഥ എന്ന് നോക്കാം. ഇതാണ് നമ്മുടെ വടക്കേ ബസ് സ്റ്റാൻഡ് എന്ന് പറയുന്നത്. ഇത് കല്യാൺ ഹൈപ്പർ മാർക്കറ്റ്. ഒരുപാട് വാഹനങ്ങളൊക്കെ ഇതിൻ്റെ ഫ്രണ്ടിൽ കിടക്കണൊക്കെ ഉണ്ട്. പിന്നെ കുറേ ഷോപ്പുകളൊക്കെ ഇങ്ങനെ അടഞ്ഞു കിടക്കാണ്. ഇതാണ് നമ്മുടെ പുതിയതായിട്ട് വരാൻ പോണ വടക്കേ ബസ് സ്റ്റാൻഡ് എന്ന് പറയുന്നത്. ഇവിടുത്തെ റോഡിന് വേറെ മാറ്റങ്ങളൊന്നുമില്ല. പഴയതുപോലെ തന്നെ പൊളിച്ചടക്കി വെച്ചിട്ടുണ്ട്. അവിടെയൊക്കെ വലിയ വലിയ കുഴികളാണ്. ഇപ്പോൾ നൈറ്റൊക്കെ നല്ല സ്പീഡിലൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ ഇതിനുള്ളിലൊക്കെ പെടാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ഒന്ന് ജസ്റ്റ് ഒന്ന് ശ്രദ്ധിക്കുക. തൃശ്ശൂർ സ്വരാജ് റൗണ്ടാണ്. ഒരു ഞായറാഴ്ച പ്രതീതി. സമയം ഏകദേശം 11:30-12 മണിയായിട്ടുണ്ട്. ഈ ഒരു സമയത്തൊക്കെ ഒരു രക്ഷയില്ലാത്ത തിരക്കാണ് ഈ ഒരു റൗണ്ടിൽ ഉണ്ടായിരിക്കുക. പക്ഷെ ഇപ്പോൾ ഫുള്ള് കാലി. തൃശ്ശൂരുകാർ മെയിനായിട്ട് റിലാക്സ് ചെയ്യാൻ വേണ്ടി വന്നിരിക്കുന്ന ഗ്രൗണ്ടുകളിലൊന്നാണ് ഈ ഒരു തേക്കിൻകാട് എന്ന് പറയുന്നത്. പക്ഷെ ഇപ്പോൾ ആൾക്കാരൊന്നുമില്ല കേട്ടോ. ഒരു പൊടിക്കുട്ടീനെ പോലും കാണാനില്ല. പണ്ടെന്ന് വെച്ചാൽ ഒരുപാട് ജോലിക്കാരുണ്ടായിരിക്കും. അതേപോലെ തന്നെ ഒരുപാട് ആൾക്കാരൊക്കെ ഉണ്ടായിരിക്കും. ഇവിടെ ചെക്കിങ് ഉണ്ട്. കൈ കാണിക്കാന്ന് വെച്ചാൽ കൈ കാണിച്ചില്ല. ഇപ്പോൾ കുറുപ്പ് റോഡിലാണ് ഏറ്റവും കൂടുതൽ മൊബൈൽ ഷോപ്പുകളൊക്കെ ഉള്ളത്. നമുക്ക് എല്ലാവർക്കും അറിയാം. മൊബൈൽ ഷോപ്പുകളല്ലാണ്ട് സ്പെയർ വെക്കണ കുറേ കടകളൊക്കെ ഉണ്ട്. അപ്പോൾ അവിടെ കയറിയിട്ടുണ്ടെങ്കിൽ നമുക്ക് വില കുറവിന് ഈ സ്ക്രീൻ ഗാർഡ് പോലത്തെ ഐറ്റംസ് ഒക്കെ കിട്ടും. പത്രത്തിലുള്ള 1-2 കടകൾ ഞാൻ പരിചയപ്പെടുത്തി തരാം. റോഡിൽ ഇവിടുത്തെ റോഡിൽ ഒരു മാറ്റില്ല കേട്ടോ. അത് ഈ കിണറൊക്കെ കുഴിച്ചിട്ടുണ്ട് റോഡിൻ്റെ നടുവിൽ. 950 തന്നെ ഉണ്ടല്ലേ ചേട്ടാ. 7 Proൻ്റെ സ്ക്രീൻ ഗാർഡ് ഉണ്ടാവും. OnePlus ഉണ്ടാവില്ല അല്ലേ? 7 Proൻ്റെ സ്ക്രീൻ ഗാർഡ് ഉണ്ടാവും. എങ്ങനെ റേറ്റ് വരുന്നത്? 700. ടച്ച് മിക്കി ആയിട്ടില്ല കേട്ടോ. സ്ക്രീൻ ഗാർഡ് മാത്രമാണ് ജസ്റ്റ് പൊട്ടിയേക്കണത്. ഗായ്സ്, അപ്പോൾ അവിടെ തന്നെ നമ്മൾ 2 സ്ക്രീൻ ഗാർഡ് മാറിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എന്തോ ഭയം കൊണ്ട് 2 ഫോണിനും ടച്ച് മിക്കോ ഡിസ്പ്ലേമിക്കോ വേറെ ഡാമേജസ് ഒന്നും വന്നിട്ടുണ്ടായിരുന്നില്ല. സ്ക്രീൻ ഗാർഡ് മാറിയപ്പോൾ തന്നെ ഫുൾ സെറ്റ്. NS200 വാട്ടർ പമ്പിൻ്റെ കിറ്റ് ഉണ്ടാവും. ഓയിൽ സീലിൻ്റെ എവിടെ കിട്ടത് ചേട്ടാ? NS200 സ്പെയർ ഉണ്ടാവും. വാട്ടർ പമ്പിൻ്റെ ഓയിൽ സീലിൻ്റെ കിറ്റ് ആണല്ലേ. ഞാനിപ്പോൾ 2-3 ഷോറൂമുകളിൽ പോയി. ഒറ്റ ഷോറൂമുകളിലും സ്പെയറും കാര്യങ്ങളൊന്നും സ്റ്റോക്കില്ല. സ്പെയറിൻ്റെ കമ്പനി അടച്ചു എന്നാണ് പറയണത്. ഗൈസ്, നമ്മുടെ പടിഞ്ഞാറേക്കോട്ടയിലുള്ള ഒരു ഷോപ്പാണ് കേട്ടത്. ഇവിടെ നിന്ന് നമുക്ക് നമ്മുടെ ആ ഒരു സീൽ കിറ്റ് കിട്ടിയിരിക്കുകയാണ്. ഏകദേശം 290 രൂപയാണ് ഈ 3 സാധനങ്ങളുടെ വില എന്ന് പറയുന്നത്. ഈ ഒരു സംഭവം ഡാമേജ് ആയിട്ടുണ്ടെങ്കിൽ എഞ്ചിൻ പണി വരെ വരാനുള്ള സാധ്യതയുണ്ട് നമ്മുടെ വണ്ടികൾക്ക്. അപ്പോൾ അതൊന്ന് മസ്റ്റായിട്ട് ശ്രദ്ധിക്കുക. ഇടക്കിടക്ക് നോക്കുക ഈ കൂളൻറ്റും എഞ്ചിൻ ഓയിലും മിക്സ് ചെയ്യണുണ്ടോ, അല്ലെങ്കിൽ ഇപ്പോൾ കൂളൻറ്റിൻ്റെ അളവ് കുറയണുണ്ടോ, അത്തരത്തിലുള്ള കാര്യങ്ങൾ. അല്ലെങ്കിൽ നേരത്തെ പറഞ്ഞ പോലെ തന്നെ പിസ്റ്റണൊക്കെ കയറി പിടിച്ച് നല്ല 8ന് പണി കിട്ടാനുള്ള
സാധ്യതയുണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ ബാക്കി എല്ലാ കാര്യങ്ങളും കഴിഞ്ഞു. ഇനി അവസാനത്തേന്ന് പറയണത് നമ്മുടെ കിളിക്കുള്ള തീറ്റയാണ് കേട്ടോ. അതോട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ വേറെ എവിടെയും കിടന്ന് കറങ്ങാനൊന്നും പ്ലാനില്ല, നേരെ വീടേക്ക്. അപ്പോൾ ആ ഒരു തീറ്റ വാങ്ങണോട് കൂടിയിട്ട് ഞാൻ ജസ്റ്റ് കുറച്ച് സംഭവങ്ങൾ നിങ്ങളെ കാണിക്കാം. ഇതേപോലത്തെ ഒരുപാട് ഐറ്റംസ് ഉണ്ട് കേട്ടോ. ഇതെന്നൊക്കെ പറയുന്നത് ലവ് ബേർഡ്സ് ആണ്. പിന്നെ ഇത് ചെറിയ തത്തയാണെന്ന് തോന്നുന്നു. പുറത്തെ സൈഡിൽ പ്രാവുകൾ, കോഴികൾ ഐറ്റംസ് ഒക്കെ ഉണ്ട്. ഫുള്ള് ലവ് ബേർഡ്സ് ആണെന്ന് തോന്നുന്നു. പക്ഷെ വെറൈറ്റി ഐറ്റംസ് ആണ് കേട്ടോ. ഇത് വാലില്ലാത്ത തരത്തിലുള്ള തത്തയാണെന്ന് തോന്നുന്നു. ഇതിവിടെ ഉണ്ട്, കുറേ ഉണ്ട്. ലവ് ബേർഡ്സ് പോലെ തോന്നിക്കും. നമ്മുടെ പണ്ടത്തെ ചന്ദനത്തിരിയുടെ കവറിലൊക്കെ ഉണ്ടാവണ പോലത്തെ തത്തോളൂ. ഞാൻ ആദ്യം തന്നെ ചിന്തിച്ചത് ലോക്ക്ഡൗൺ ആയി കഴിയുമ്പോൾ ഇവരൊക്കെ എങ്ങനെ ജീവിക്കുന്നുള്ള ഒരു കാര്യമാണ്. പക്ഷെ കറക്റ്റ് സമയത്ത് ഇവർ ഫുഡും കാര്യങ്ങളൊക്കെ ഇവിടെ എത്തിച്ചോർന്നു എന്നാണ് പറഞ്ഞത്. ഇതെന്തോ കറുത്ത കരിങ്കോഴിയാണെന്ന് തോന്നുന്നു. ഗായ്സ്, വെറൈറ്റി തരത്തിലുള്ള തത്തയാണ് കേട്ടോ. അതിൻ്റെ കണ്ണൊക്കെ കണ്ടില്ലേ? അതേപോലെ തന്നെ പച്ച, മഞ്ഞ, ചുവപ്പ് പലതരം ഉണ്ട് അതിൻ്റെ മേത്ത്. ഇപ്പം താഴെ കാണുന്നത് ഒരു മഞ്ഞയും പച്ചയും മിക്സ് ചെയ്തിട്ടുള്ള ഒരു തത്തയാണ്. ഞാൻ ജസ്റ്റ് ഈ ഒരു പൂച്ചയുടെ വില ചോദിച്ചാണ് കേട്ടോ. അപ്പോഴേക്കും പുള്ളി അതിനെ കൂട്ടിന്ന് തുറന്നു വിട്ടു. ഒരു രക്ഷയില്ല, ഒടുക്കത്തെ കണക്കാണ് ഈ ഒരു സംഭവം. ഇതൊരു മെയിലാണ് കേട്ടോ. ഏകദേശം ഒരു 8000 രൂപയോളം വില വരുന്നുണ്ട് ഈ ഒരു സംഭവത്തിന്. 6 മാസമാണ് ഇതിൻ്റെ പ്രായം എന്ന് പറഞ്ഞത്. നല്ല കണക്കാണ് ഈ ഒരു സംഭവത്തിന്. ഷുഗർ ഗ്ലൈഡർ എന്ന് പറയും, പറക്കണ എൻ്റെ പൊന്നു. ഇതിലെത്ര ടയറിന് 15 രൂപയല്ലേ? 15,000 കഴിച്ചിട്ടൊക്കെ ഭയങ്കര ടൈം ആണെങ്കിൽ ആ ജല്ലി ഇവിടുന്നൊക്കെ അടിക്കുക അവിടെ തുറന്നിടാൻ പറ്റില്ല. വേണമെങ്കിൽ ഇതാണ് ഒരു ഹാൻഡ് ഫീഡ് എടുത്തുള്ള 15 രൂപയോ ടയറിന്. ആ ഇതിങ്ങനെ ഉണ്ടാവും. എത്ര വലിപ്പേറുള്ളൂ? ഫുൾ സൈസ് അതിൽ ഞാനിത് വല്ല എലിക്കുട്ടിയാവുന്ന കേട്ടോ വിചാരിച്ചത്. പക്ഷെ സംഭവം പറക്കണ അണ്ണാനാണ്. ഇതിൻ്റെ വലിപ്പം നോക്കണ്ട, 15,000 രൂപയാണ് ഇതിൻ്റെ ജോഡിയുടെ വില എന്ന് പറയണത്. കാണാനൊക്കെ ഭയങ്കര ക്യൂട്ടാണ് കേട്ടോ. വവ്വാലിൻ്റെ പോലത്തെ തലയും അണ്ണാൻ്റെ പോലത്തെ ശരീരം. പിന്നെ ഈ താഴെ കാണുന്ന കിളികൾക്കും ജോഡിക്ക് 2000 രൂപയാണ്. എൻ്റെ വിരലിൻ്റെ തുമ്പിൻ്റെ വലിപ്പിൽ ഈ സംഭവങ്ങൾക്ക്. പിന്നെ നേരെ പോയത് മീനോളെ കാണാൻ വേണ്ടിയിട്ടാണ്. ഇത് വെറൈറ്റി ഗപ്പികളാണ് കേട്ടോ. ബ്ലൂ കളറാണ് ആ ഒരു ടാങ്കിൽ. ഇതിൽ ഫുള്ള് മറ്റേ എന്താ പറയുക, മഞ്ഞയും ഗോൾഡൻ കളറും ഓറഞ്ചും വൈറ്റും. ഇത് ഈ ഒരു ടാങ്കിൽ കുറേ ബ്ലാക്കും വൈറ്റും മിക്സ് ആയിട്ടാണ് കിടക്കുന്നത്. അതേപോലെ തന്നെ സിംഗിൾ വൈറ്റും സിംഗിൾ ബ്ലാക്കും ഉണ്ട്. 150 രൂപയാണ് കേട്ടോ ഇതിൻ്റെ ജോഡിക്ക് വില എന്ന് പറയണത്. ഇതിൻ്റെ ഈ ഒരു സംഭവത്തിൻ്റെ ശാസ്ത്രീയ നാമൊന്നും എനിക്കറിയില്ല. പിന്നെ ഇത് ഗൗരാമി പോലത്തെ ചെറിയ മീനുകൾ. ഇതിൽ തന്നെ മഞ്ഞ ചെറിയ പരല് പോലത്തെ മീനുകളും ഞാൻ കണ്ടു. പിന്നെ ഇതെന്ന് പറയണത് ഏകദേശം 2000 രൂപയോളം വില വരണ ഒരു ഐറ്റാണ്. ഇതിൻ്റെ പേര് എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ടാകും, ഞാൻ മറന്നുപോയി. ഇതിൻ്റെ തീറ്റ എന്ന് പറയുന്നത് ഗോൾഡ് ഫിഷാണ്. അത് ജസ്റ്റ് എനിക്ക് ആൾ കാണിച്ച് തരും ചെയ്തു ഇതിന് മീനെ പിടിച്ചിട്ട് കൊടുക്കണത്. നല്ല അണക്കുള്ള ഒരു മീനാണ് കേട്ടോ. ഞാൻ വെറുതെ ഒന്ന് വിരൽ വയ്ക്കുമ്പോൾ എൻ്റെ അടുത്തേക്കൊക്കെ ഓടി വന്നു ഈ ഒരു മീൻ. തീറ്റ എന്ന് പറയുന്നത് ഗോൾഡ് ഫിഷാണ്. അതിലെ വലയിൽ കയറി നിൽക്കുന്നത്. എൻ്റെ പൊന്നു ഈ മീനുകളെ കാണാൻ ഒരു രക്ഷയില്ല കേട്ടോ. ശരിക്കും ഗോൾഡ് ഫിഷിൻ്റെ പോലത്തെ കളറും നമ്മുടെ കരിപ്പിടി അല്ലെങ്കിൽ ഇപ്പോൾ ഗൗരാമിയുടെ ഒക്കെ പോലത്തെ രൂപവും ഒരു വെറൈറ്റി സംഭവം തന്നെയാണ് ഈ മീനുകൾ. പിന്നെ നമ്മുടെ ഗോൾഡ് ഫിഷ് ഉണ്ട്, അതേപോലെ തന്നെ ഏഞ്ചൽ ഫിഷ് ഉണ്ട്. ആ മുകളിൽ കാണുന്ന വൈറ്റാണ് ഗൗരാമി എന്ന് പറയുന്നത്. ഇപ്പുറത്തെ സൈഡിൽ ഫുള്ള് ഏഞ്ചൽ ഫിഷുകളാണ്. ഒരു രക്ഷയില്ല കേട്ടോ ഈ ഒരു ഫിഷ് ടാങ്കിലേക്ക് നോക്കുമ്പോൾ. വല്ലാത്തൊരു സൗന്ദര്യം എന്നൊക്കെ പറയില്ലേ മീനുകൾക്ക്. പിന്നെ ഒരുപാട് വെറൈറ്റി മീനുകളൊക്കെ ഞാൻ കണ്ടു. പേരുകൾ അറിയാത്തതുകൊണ്ടും വില അറിയാത്തതുകൊണ്ടും ഞാൻ കൃത്യമായിട്ടുള്ള ഡീറ്റെയിൽസ് പറയണില്ല. ഇതെന്ന് പറയുന്നത് സ്രാവാണ്, ഷാർക്ക്. നമ്മുടെ ഫിഷ് ടാങ്കിൽ വരുന്ന ടൈപ്പ് സ്രാവിൻ്റെ പോലത്തെ മീൻ. പിന്നെ കുറേ മീനുകൾ ഞാൻ കണ്ടു. കുറച്ച് പൈസ ഉണ്ടായിരുന്നെങ്കിൽ എല്ലാത്തിനും ഞാൻ വാങ്ങിച്ചുകൊണ്ടിരുന്നായിരുന്നു. ഇവിടെ നോക്കിയാൽ ചെറിയ മീനുകളാണ് കേട്ടോ. പക്ഷേ വില കേട്ടപ്പോൾ ജോഡിക്ക് 150, 200, 300, 1500, 2000 ഒക്കെയാണ് അവർ പറഞ്ഞത് ചില മീനുകൾ. അപ്പോൾ നമ്മൾ കിളിത്തീറ്റൊക്കെ വാങ്ങിച്ചിട്ട് ഇവിടെ നിന്ന് ഇറങ്ങാൻ പോവാണ്. കുറച്ച് സ്ഥലം കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ എല്ലാത്തിനും വാങ്ങിച്ച് കൊണ്ടുവരണം. കുറച്ച് പൈസയും കൂടെ കിട്ടാന്ന് വെച്ചാൽ വേറെ ലെവൽ ഫീലാണ് ഇതിൻ്റെ ഉള്ളിൽ കയറുന്ന സമയത്ത്. ഈശ്വര ഗായ്സ്, അപ്പോൾ ഇത്രയൊക്കെ തന്നെയുള്ള നമ്മുടെ ഇന്നത്തെ ഒരു ചെറിയൊരു വീഡിയോ എന്ന് പറയുന്നത്. ഞാനും കുറച്ച് നാളായിട്ടുണ്ട് തൃശ്ശൂർ ഭാഗത്തേക്കൊക്കെ വന്നിട്ട്. അപ്പോൾ ഞാൻ ഈ സ്ഥലങ്ങളിലൊക്കെ കാണുന്നതോട് കൂടിയിട്ട് നിങ്ങളെ കൂടെ ഒന്ന് കാണിക്കാമെന്ന് വിചാരിച്ചു. പിന്നെ ഇത്തരത്തിലുള്ള കുറച്ച് ഷോപ്പുകളുണ്ട്. അതായത് നമ്മൾ നല്ല പ്രൈസ് കൊടുത്തിട്ടാണ് മൊബൈലിൻ്റെ പാർട്സും കാര്യങ്ങളൊക്കെ വാങ്ങാറുള്ളത്. അപ്പോൾ നിങ്ങൾക്കൊന്ന് ജസ്റ്റ് അന്വേഷിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വിലക്കുറവിന് ഇതേപോലെ പാർട്സുകൾ ഹോൾസെയിൽ റേറ്റിനൊക്കെ കിട്ടുന്ന കടകളുണ്ട്. അപ്പോൾ ഇത്തരത്തിൽ കുറച്ച് കടകളും കൂടെ തൃശ്ശൂരുള്ളവർക്ക് പരിചയപ്പെടുത്താമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇത്രയൊക്കെ തന്നെയുള്ള, പ്രത്യേകിച്ച് വേറെ കണ്ടൻറ്റും കാര്യങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ട് വെറുതെ ഒരു കണ്ടൻറ്റ് ആക്കിയിട്ട് ഈ ഒരു വീഡിയോ പോസ്റ്റ് ചെയ്യാനാണ്. നിലവിൽ ഇന്നത്തെ ഈ ഒരു ചെറിയൊരു വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കണം. ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ മറക്കാണ്ടൊരു ലൈക്ക് ചെയ്യുക. അപ്പോൾ എന്തായാലും അടുത്തൊരു വീഡിയോയിൽ കാണാം.